ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്സ് ആൻഡ് ഫാർമ ലിമിറ്റഡ് സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടൈപ്പ് ചെയ്തിരിക്കുന്നത് വീക്കിലി ടൈം ഫ്രെയിമാണ്. സോ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് കൊടുത്തിരുന്നത് ലാസ്റ്റ് വീക്കിൽ. താഴെ ഈ ഒരു ലൈൻസിലാണ് ജോയിൻ ചെയ്യുക, ഈ ഒരു ഏരിയയിലാണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ലൈനോട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണം. സോ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മുകളിൽ ക്ലോസ് കൊടുത്തിരുന്നു. സ്ട്രോങ് ആയിട്ട് ക്ലോസ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 8 to 9 months കൺസോളിഡേഷനിൽ പോയിരുന്നു. ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്കൗട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീക്കിന് മുകളിൽ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫാക്ടറോട് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2005 ഫോം ചെയ്ത ഒരു വിക്കാണിത്. സോ ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയ നമുക്ക് ടച്ച് ചെയ്തൊരു ട്രെൻഡ് ഇവിടെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടുന്ന് 2005 ഫോം ചെയ്ത ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്കൗട്ട് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോക്ക് വീക്കിലി ടൈമിൽ കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2005 ഫോം ചെയ്ത ഈ ഒരു ഇവിടെ മുതൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിൽ ക്ലോസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഓൾ ടൈം ഹൈ ഇത് ബ്രേക്കൗട്ട് കൊടുത്തിരിക്കുകയാണ്, ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഏകദേശം ഒരു 2005 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 19-18 കൊല്ലത്തോളമുള്ള ഒരു ട്രെൻഡ് ബ്രേക്കൗട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ബ്രേക്കൗട്ട് തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ കൊടുത്തിരുന്നു. സോ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം സ്വല്പം ഫാസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നല്ല രീതിയിലൊരു അപ്മൂവ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങളിപ്പോൾ എൻട്രി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൺഡേ തന്നെ എൻട്രി എടുക്കാം. എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാനിൽ താഴെ വെക്കുക. ഏകദേശം ഒരു 25 ഒരു 16-17% താഴേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ടാർജറ്റ് ഒരു 1:2.5 വരെ നമുക്ക് 1:2 വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം 250 രൂപ റേഞ്ചിൽ നമുക്ക് ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ സ്വന്തം റിസ്കിൽ എൻട്രി എടുക്കുക. റിസ്ക് ഏകദേശം ഒരു 16% ഉണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം എൻട്രി ട്രൈ ചെയ്യുക. ഫുൾ ക്യാഷ് ഇതിനകത്തുകൊണ്ട് ഡംപ് ചെയ്യരുത്. സ്റ്റോക്ക് മേ ബി താഴേക്ക് പോകാനും ചാൻസുകളുണ്ട്. സോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. മാത്രമല്ല ഫാർമ സെക്ടർ ടോട്ടലി ഇപ്പോൾ ഒരു ബുള്ളിഷായിട്ടാണ് കാണുന്നത്. ഫാർമ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ ഫാർമ ഇപ്പോൾ ഒരു ബുള്ളിഷ് മോഡിലാണ്. ഫാർമ സെക്ടർ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം സോ ഒരു കൺസോളേഷനിലേക്കായിരുന്നു. കൺസോളേഷനും കഴിഞ്ഞ് ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് സ്ട്രോങ് ആയിട്ട് മൊമെൻറ്റം കാണിച്ചു തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.